ജനപ്രതിനിധിയായ ഒരു യുവ നേതാവ് ഒരു മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ട് 1 മാസമാകുന്നു. കേരളത്തിലെ സകല മാധ്യമങ്ങളും മൂടി വെച്ചിരിക്കുകയാണ്. ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയാഗ്രയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കണം എന്നുള്ള രാഹുൽ മാങ്കൂട്ടം MLA ഉടൻ വിവാഹത്തിന് തയ്യാറാകുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മലയാളത്തിലെ ഒരു പ്രശസ്തമായ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകയായ യുവതിയാണ് വധു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺഗ്രസിന്റെ യുവ നേതാവും പാലക്കാടിന്റെ കറണ്ട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി 1-2 ദിവസങ്ങളായിട്ട് ഒരു ഇക്കിളി വാർത്ത ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇത് പ്രചരിപ്പിക്കുന്നത് മറ്റാരുമല്ല, ഓപ്പോസിറ്റ് ഉള്ള ചുമലക്കാരാണ്. ഇവന്മാരുടെ സോഷ്യൽ മീഡിയ പേജുകൾ ത്രൂ ആണ് ഈ രീതിയിൽ വാർത്ത പടച്ചു വിടുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയുടെ ഓൺലൈൻ സൈറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേരും വിലാസം ഒന്നുമില്ലാത്ത, ആരെ പറ്റിയാണ് എന്താ പറയുന്നത് ഒന്നുമില്ലാത്ത ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ചുമലക്കാരുടെ മുഖപത്രമാണല്ലോ ദേശാഭിമാനി. വേറെ ആരും അത് ന്യൂസ് ആക്കിയിട്ടില്ല, ദേശാഭിമാനിയാണ് അത് ന്യൂസ് ആക്കിയേക്കുന്നത്. പറയുമ്പോൾ ചുവപ്പാണെങ്കിലും ദേശാഭിമാനിയുടെ ആ ഒരു വാർത്ത കണ്ടപ്പോൾ ഏതാണ്ട് ഒരു മഞ്ഞയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ മഞ്ഞാഭിമാനി എന്ന് പറഞ്ഞ ഇട്ടാരും നന്നായെന്നെ. എന്താണെങ്കിലും ആ ഒരു ന്യൂസ് ഞാനൊന്ന് വെക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മറുനാടൻ മലയാളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ വീഡിയോക്ക് അത് ആ ന്യൂസ് പുള്ളി വായിക്കുന്നുണ്ട്. അതെന്താണെന്ന് പുള്ളി വായിക്കുന്നത് ഞാനൊന്ന് വെക്കാം. എല്ലാ ഇത്തരത്തിൽ ഇക്കിളി കഥകളും എഴുതി ആനന്ദം കൊള്ളുന്ന ദേശാഭിമാനിയിലെ ഒരു മഹാനായ മാധ്യമ പ്രവർത്തകൻ അവരുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഒരു വാർത്ത ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വാർത്ത എങ്ങനെയാണ്? പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡനാരോപണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തും. പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡനാരോപണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നു. ഇപ്പൊ നിങ്ങളെ പറ്റിയോ എന്നെ പറ്റിയോ അല്ലെങ്കിൽ ഫെയിമിൽ നിൽക്കുന്ന ആരെങ്കിലും പറ്റിയോ ഏതെങ്കിലും ഒരു നാറി വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആരെയോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിലോട്ട് ലീഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ ദേശാഭിമാനിക്കാരെടുത്ത് അതങ്ങ് വാർത്തയാക്കും. അവരുടെ മാധ്യമ ധർമ്മം അതാണ് ഇപ്പൊ കാണുന്നത്. മനസ്സിലായ? മലയാളത്തിലെ പ്രമുഖ ചർച്ചയാവുന്നു. മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്ന പീഡനം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ ഉന്നതർ ഇടപെട്ട് മൂടിവെച്ചുവെന്നും വെളിപ്പെടുത്തുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകയെ യുവ നേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. സംഭവം ഒതുക്കി തീർക്കാൻ യുവതി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രമുഖർ രംഗത്തുണ്ട്. യുവ നേതാവും അയാളുടെ ഗോഡ്ഫാദറായ പ്രമുഖ നേതാവും ചാനൽ തലപ്പത്തുള്ളവരുടെ കാലിൽ വീണുവത്രേ. തന്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുവത്രേ. സദാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന യുവ നേതാവ് കുറച്ചു ദിവസമായി മുങ്ങി നിൽക്കുകയാണ്. പ്രമുഖ ചാനലിലെ ജീവനക്കാരിയായ യുവതിയോട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖൻ വളരെ കാലമായി നടത്തിയ പീഡനവും തുടർന്ന് നടന്ന നിർബന്ധിത അബോർഷനും ചാനൽ അവതാരക പ്രമുഖരും 2 പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിലെ ഉന്നത നേതാക്കളും ചേർന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ്. അധികകാലം അത് മണ്ണിനടിയിൽ കിടക്കില്ല, താമസിയാതെ പുറത്തുവരും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പിൽ പറയുന്നത്. ഒരു യുവ നേതാവ് ഒരു പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി, അത് അബോർഷൻ നടത്തി, എന്നിട്ട് ആ വാർത്ത കുഴിച്ചു മൂടി എന്നുള്ള തരത്തിലാണ് ദേശാഭിമാനിക്കകത്ത് വന്ന വാർത്ത. ഏത് ചാനല്, ഏത് നേതാവ്, ഏത് മാധ്യമ പ്രവർത്തക ഒന്നും ഈ ഒരു ന്യൂസിനകത്ത് പറയുന്നില്ല. ഒരു തലയും വാലും ഇല്ലാത്ത ഒരു ഇക്കിളിക്കഥ. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഈ ദേശാഭിമാനിയുടെ ക്രെഡിബിലിറ്റിയാണ്. ആരെന്ത് തുണ്ട് കഥ അയച്ചു കൊടുത്താലും അവരത് ന്യൂസ് ആക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ചീഫ് എഡിറ്റർ വല്ല ഫയറും എഴുതിക്കൊണ്ടിരുന്ന പുള്ളി വല്ലതാണോ? ആരെന്ത് അയച്ചു കൊടുത്താലും, ആരെങ്കിലും പറ്റി എന്ത് അയച്ചു കൊടുത്താലും നൈസായിട്ട് പൊടിപ്പും തമ്മിലും കൂട്ടി മസാല ചേർത്ത് എഴുതുക. എന്നെങ്കിൽ പിന്നെ നിങ്ങൾ ധൈര്യപൂർവ്വം കൊടുക്കുമ്പോൾ ആ യുവ നേതാവിന്റെ പേരും അല്ലെങ്കിൽ ഏത് മാധ്യമ പ്രവർത്തകയാണെന്നും അല്ലെങ്കിൽ ഏത് ചാനൽ, അറ്റ്ലീസ്റ്റ് ഏത് ചാനലാണെന്നെങ്കിലും പറഞ്ഞ് കൊടുക്കാനുള്ള നട്ടല്ലെങ്കിലും കാണിക്കണം. അല്ലാതെ ഇങ്ങനെ തലയും വാലും ഇല്ലാത്ത ഒരു വാർത്തയല്ല കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും തരം താഴ്ന്ന പരിപാടിയാണ് മഞ്ഞാഭിമാനിയുടെ കയ്യിലിരിക്കുന്നത്. ഇനി സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലോട്ട് വരാം. സോഷ്യൽ മീഡിയയിൽ ചർച്ചയിൽ പ്രമുഖനായിട്ട് നിൽക്കുന്നത് പോരാളി ഷാജി എന്ന് പറയുന്ന ചുമലകളുടെ പേജാണ്. പോരാളി ഷാജിയിൽ വന്ന ഒരു പോസ്റ്റ് ഞാൻ കാണിക്കാം. ഒരു മാങ്ങാടെയൊക്കെ പടം വെച്ചിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. മാങ്ങാടെ പടം ഉദ്ദേശിച്ചിരിക്കുന്ന ആരെയാണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ മാങ്ങയാണ് കാണിച്ചിരിക്കുന്നത്. പ്രമുഖ യൂത്ത് നേതാവിനെ പീഡന ആരോപണം, മാപ്പറകൾ അറിയുന്നില്ലെങ്കിൽ നാട്ടിൽ ചർച്ചയാണ്. മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്ന പീഡനം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉന്നതരായ സാറന്മാർ ഇടപെട്ട് മൂടി വെക്കാൻ അത് നോക്കുന്നുണ്ടെന്ന് അറിയുന്നു. മലയാളത്തിലെ പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകയെ യൂത്ത് നേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി പിന്നീട് ഈ സെയിം സാധനം കോപ്പി പേസ്റ്റ് അടിച്ചിട്ടാണ് മറ്റേനകത്ത് വെച്ചേക്കുന്നത്. മനസ്സിലായി? ഇതുവരെ ആ ന്യൂസ് എവിടെ മനസ്സിലായല്ലേ? അന്നേരം ഏതോ ഇവനെ എഴുതി വെച്ച സാധനം. ഇത് തലയും വാലും ഇല്ലാത്തൊരു പേജാണ് പോരാളി ഷാജി, ഒൺലി ഫോർ ചുമലക്കാരി. ഓക്കെ, ഇതിനകത്ത് വന്ന ഒരു സാധനമാണിത്. ഇത് ചർച്ചയായപ്പോൾ പല ചാനലുകളിലും ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നത് കണ്ടു. അങ്ങനെ ABC മലയാളം ന്യൂസ് അതിനകത്ത് ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ആധികാരികമായി പുള്ളി വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇവരുടെ ഒരു മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൂ എടുക്കും.
ആരാണെന്ന് പറയത്തില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലാണ് കക്ഷി എന്ന് പറഞ്ഞ്. പക്ഷെ ആദ്യത്തെ ഒരു അറ്റാക്ക് അങ്ങനെയായിരുന്നു, ക്ലൂ കൊടുക്കും, ആരാണെന്ന് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. അപ്പൊ ആ തരത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് ABC മലയാളത്തിനകത്ത് അണ്ണം പറയുന്നത്. പുള്ളി ABC മലയാളം ന്യൂസിനകത്ത് വന്ന ആ ഒരു വാർത്തയാണെന്ന് വെക്കാം. വാർത്തയല്ല, അവരുടെ ഒരു ചർച്ച പോലത്തെ ഒരു സെറ്റപ്പ്. ജനപ്രതിനിധിയായ ഒരു യുവ നേതാവ് ഒരു മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ട് ഒരു മാസമാകുന്നു. കേരളത്തിലെ സകല മാധ്യമങ്ങളും മൂടി വെച്ചിരിക്കുകയാണ്. എന്തിനേറെ ആ മാധ്യമ പ്രവർത്തക ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ എഡിറ്റോറിയൽ മേധാവി ഒരു വനിതയാണ്. അവരും കഴിഞ്ഞ കുറേ കാലമായി ഒരുപാട് സ്റ്റോറികൾ, കവറുള്ള സ്റ്റോറിയും കവറില്ലാത്ത സ്റ്റോറിയും ഒക്കെ ചെയ്യുന്ന ആ മാധ്യമത്തിലെ മാധ്യമ പ്രവർത്തകയും അവരുടെ സ്ഥാപനവും ഈ പീഡനത്തിനിരയായ ജേർണലിസ്റ്റിന് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കാമ എന്നും മിണ്ടുന്നില്ല. കേട്ടിരുന്നു. ഇദ്ദേഹം ഈ പറയുന്നത് എഡിറ്റർ വനിതയാണെന്നൊക്കെ പറയുന്നത് അത് ഏഷ്യാനെറ്റിനെ പറ്റിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ആരോപിക്കപ്പെട്ട റിപ്പോർട്ടർ അവർ നേരത്തെ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. സോ ഏഷ്യാനെറ്റിനെ പറ്റിയാണ് ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏഷ്യാനെറ്റ് അടപടല എല്ലാത്തിനും ഇതിനും കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. എന്തായാലും പുള്ളി പറഞ്ഞു തീരട്ടെ. ഇങ്ങനെ ഞാനും കേട്ടു. സമീപകാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരു മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. അവരുടെ യുവജന വിഭാഗത്തിന്റെ തീപ്പൊരി നേതാക്കളിൽ ഒരാൾ. അതെ, അണ്ണന്മാര് ഭയങ്കര നൈസ് പ്ലേ ആണ് എന്ന് പറഞ്ഞാൽ പേര് പറയാൻ പറ്റത്തില്ല, ഡീഫാമേഷൻ വല്ല കേസും വരും. അതുകൊണ്ട് നൈസായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ക്ലൂ ഇട്ടിട്ട് കൊടുക്കുകയാണ്. പേര് പറഞ്ഞോ ഇല്ല, ഇതിലും ഭേദം പേര് പറഞ്ഞ് നിങ്ങൾ അതങ്ങ് പറയുന്നതായിരുന്നു. അപ്പം കേസ് എടുക്കാൻ പറ്റില്ല, ആരാണെന്ന് പറയുന്നില്ലല്ലോ, ഏത് നേതാവാണെന്ന് എന്താണെന്നും പറയുന്നില്ല. അന്നേരം കേസ് വന്നാലും അത് നിലനിൽക്കില്ല. ബാക്കി കേൾക്കാം. അല്ല, ഈ നേതാവിനെ കുറിച്ചൊരു കഥയുണ്ട്. ആളുകൾക്ക്, പ്രത്യേകിച്ച് വനിതകൾക്ക് മെസ്സേജ് അയക്കും. ആദ്യം SMS അയക്കും. SMS-ന് മെസ്സേജ് ബ്ലോക്ക് ചെയ്താൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. അത് ബ്ലോക്ക് ചെയ്താൽ ടെലഗ്രാമിൽ അയക്കും. ടെലഗ്രാം ബ്ലോക്ക് ചെയ്താൽ മെസ്സഞ്ചറിൽ അയക്കും. മെസ്സഞ്ചർ ബ്ലോക്ക് ചെയ്താൽ ഇൻസ്റ്റയിൽ അയക്കും. ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്താൽ ഇതറിയോ, അവസാനം ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കും. അയ്യേ, ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കാൻ പറ്റും. അത് മെസ്സേജ് അയക്കാൻ പറ്റും. പുള്ളി ഇതെല്ലാം വളരെ വിശദമായിട്ട് കേട്ടതുപോലാണ് അദ്ദേഹം വന്നിരുന്ന് പറയുന്നത്. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തതെന്തോ. അപ്പൊ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയാണ് ഈ അടിച്ചു വിടുന്നത്. ഇനി വേറൊരു ചാനലിൽ വന്ന വേറൊരു സാധനം കൂടെ കാണിക്കാം. ഭയങ്കരമായിട്ടുള്ള രൂക്ഷ ആക്രമണമാണ് കേട്ടോ ഈ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത്. ഈ മാങ്കാണ്ടി ആണെങ്കിലും കശുവണ്ടി ആണെങ്കിലും പറമ്പിലാണെങ്കിലും പാടത്താണെങ്കിലും ഒക്കെ ഈ മാതിരി തോന്നിയാസം കാണിക്കുന്നതിന് പരിധിയുണ്ട്. ഇവൻ ഭൂലോക കോഴിയാണ് എന്ന് ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് 10 ദിവസം മുമ്പ് പറഞ്ഞതാ. ഇന്നിപ്പം വനിതാ മാധ്യമ പ്രവർത്തകർ വിളിച്ചിട്ട് വരണം, അങ്ങനെയാണെങ്കിൽ അവനങ്ങ് കെട്ടിക്കൂടെ കൊച്ചിനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എടി അങ്ങനെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെതിരെയുള്ള അലിഗേഷൻസ് ഒക്കെ വെച്ചിട്ട് അവന് എല്ലാവരും കല്യാണം കഴിപ്പിച്ച് വർപ്പിക്കാനാണെങ്കിൽ ഒരു ടവർ പിന്നെ വിലയ്ക്ക് മേടിച്ചിട്ട് ഓരോ ഫ്ലാറ്റിലും ഓരോരുത്തരെ താമസിപ്പിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയാഗ്രയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കണം എന്നുള്ള പാലക്കാടും മടൂരൊക്കെ ഇഷ്ടം പോലെ ഫ്ളാറ്റുകൾ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. എന്തായിരുന്നാലും പിന്നെ ഇതിന്റെ സ്ഥിതി ഇതാണ്. ഇപ്പം ഇവനെ കസേര കൊണ്ട് വയനാട്ടിൽ നിറഞ്ഞു എന്നാകി. പാലക്കാട് അടൂര്, പുള്ളി പാലക്കാട് MLA ആണ്, അടൂരാണ് പുള്ളിയുടെ സ്ഥലം. മനസ്സിലായ? യൂത്തന്മാര് ഇവനെ കസേര കൊണ്ട് എറിഞ്ഞപ്പോ ഞാൻ പറയുന്നത് ഈ കസേര പാവം എന്ത് പഠിച്ചു, ഈ കസേരയല്ല എറിയേണ്ടത്, ഇവനെ പിടിച്ച് യൂത്തന്മാരും അവരുടെ പാർട്ടിക്ക് പുറത്തോട്ട് എറിയാൻ വേണ്ടി. അതാണ് ഇവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കസേര എടുത്ത് എറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇമാതിരി അലിഗേഷൻസ് ആണ് ഇദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും തെളിവില്ല, പരാതിക്കാരിയില്ല, കേസായിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് വന്നിരുന്ന് പറയുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത്ര ശുഷ്കാന്തിയോ? എത്രയോ കേസായ കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ രാഹുലിന്റെ മുകളിൽ ഈ ഗർഭം കൊണ്ട് ചാർത്താൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ ശുഷ്കാന്തി കാണുമ്പോഴാണ് സമ്മതിക്കണം കേട്ടോ. എന്റെ പൊന്നടാവേ, ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടില് നീതിക്ക് വേണ്ടിയിട്ട് പീഡനത്തിന് ഇരയായിട്ട് വന്ന് തുറന്നു പറഞ്ഞിട്ട് പോലും അവർക്ക് ഒരു തരത്തിലുള്ള നീതി കിട്ടാതെ കിടക്കുന്നുണ്ട്. അവരെ പറ്റി ഇവർക്കൊന്നും അറിയണ്ട. അപ്പൊ ഇത് എവിടെയോ കിടക്കുന്ന ഏതോ ഒരു മാധ്യമ പ്രവർത്തക അവരെ പീഡിപ്പിച്ചെന്നും ഗർഭിണിയാക്കിയെന്നും പറയുന്നു. അത് ഏതോ ഒരു തലയും വാലും ഊരും പേരും ഒന്നും ഇല്ലാത്തൊരു പേജിൽ വന്ന ഒരു വാർത്ത വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തെളിവോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാഹുൽ മാങ്കൂട്ടത്തില് ഈ മാധ്യമ പ്രവർത്തകയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ വാർത്ത ഒന്ന് വെക്കാം. രാഹുൽ മാങ്കൂട്ടം MLA ഉടൻ വിവാഹത്തിന് തയ്യാറാകുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മലയാളത്തിലെ ഒരു പ്രശസ്തമായ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകയായ യുവതിയാണ് വധു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഏറെ കാലത്തെ പ്രണയ സാഫല്യമാണ് സഫലമാക്കാൻ പോകുന്നത്. മഹേഷിന്റെ പ്രതികാരം എന്നുള്ള ഒരു സിനിമയിലെ ഒരു വാശി പോലെ ഒരു MLA ആയതിനു ശേഷം മാത്രമേ വിവാഹത്തിന് തയ്യാറാകുള്ളൂ എന്നുള്ള മാങ്കൂട്ടത്തിന്റെ വാശിയാണ് ഇതുവരെ ഈ വിവാഹം നീണ്ടുപോകാൻ പോയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെ മാങ്കൂട്ട് അറിഞ്ഞോടെ? അങ്ങേരിത് വല്ല അറിഞ്ഞ? ഇതൊക്കെ വാർത്തയാവുന്നുണ്ട്. അത് ഓരോന്നങ്ങ് അടിച്ചു വിടുന്നതാണ്.
ഈ ഒരു രീതിയിലായിരുന്നു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പേരൊന്നും പറയാതെ ഇങ്ങനെ ക്ലൂകൾ മാത്രം മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറ്റാക്കാണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അറ്റാക്കിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോയി. അത് വന്നതും ഈ പോരാളി ഷാജി എന്ന് പറയുന്ന പേജിലൂടെയാണ്. ഇത്രയും നേരം ഈ മാധ്യമ പ്രവർത്തക ആരാണെന്നൊന്നും എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ പോരാളി ഷാജി ഒരു വീഡിയോ അങ്ങോട്ട് പുറത്തുവിട്ടു. ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പിന്നെ 2 സ്ത്രീകളോട് ഇരുന്ന് ഓണസദ്യ കഴിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടത്. അതിനകത്ത് ഹെഡിങ് കൊടുത്തേക്കുന്നു, നല്ല പപ്പടവും പായസവും കഴിച്ചുള്ള ഒരു ഊണ് ആഹാ എന്നും പറഞ്ഞിട്ടാണ് ഈ വീഡിയോ പുറത്തുവിട്ടേക്കുന്നത്. വീഡിയോ ഞാനൊന്ന് വെക്കാം. എനിക്കൊരു പപ്പടം തരും കേട്ടോ. പായസം പ്ലസ് പപ്പടം. നമ്മുടെ നാട്ടിൽ കോമ്പിനേഷൻ ചുമ്മാ എന്റെ ട്രയലാണ് ഞാനിങ്ങനെ പരീക്ഷിക്കാം. നമ്മുടെ അവിടെ ഈ പായസമല്ല, പിന്നെ പാലടപ്രഥമൻ അതിലെല്ലാം എപ്പോഴും സദ്യ കഴിഞ്ഞിട്ട് പായസം ഗ്ലാസ്സിലല്ല എനിക്ക് പറഞ്ഞു തരാം. ഗ്ലാസ്സിൽ വേണ്ടവർക്ക് തരാം, പക്ഷെ ഇലയിൽ ഒഴിക്കും. അതിൽ പപ്പടവും പഴവും ഉണ്ടാവും. അതും കൂടി മിക്സ് ചെയ്ത് ഇലയിൽ നിന്ന് തന്നെ ആ പായസം. അപ്പൊ ഇല മടക്കാമല്ലേ ഈ സൈഡ്? കൺഫ്യൂഷൻ ആയില്ലേ? ഇങ്ങനെ മടക്കാൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കെങ്ങും ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. അവര് വേറെ ഏതെങ്കിലും തരത്തിലൊരു സംസാരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടടുത്തിരിക്കുന്നത് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മുൻപ് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. അവരെയും കൂടെ ചേർത്തിട്ടാണ് ഈ മാതിരി തോന്നിയവാസങ്ങൾ അടിച്ചിറക്കിക്കൊണ്ടിരുന്നത്. നല്ല രീതിയിൽ ഇത് ആഘോഷിക്കുന്നുണ്ട്. പായസം പ്ലസ് പപ്പടം കഴിപ്പിച്ച് തരുമോ ചേട്ടാ, അവസാനം പച്ച മാങ്ങയും കഴിപ്പിച്ചു. ഈ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇവർക്കെതിരെയും വരുന്നത്. എന്താണെങ്കിലും ലക്ഷ്മി പത്മ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഇടത് സൈബർ സുഹൃത്തുക്കളുടെ അടിയന്തര ശ്രദ്ധയിലേക്ക്. ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ട് ഇപ്പോൾ 2 കൊല്ലമാകുന്നു. അതിനുശേഷം ഞാൻ ഫോർത്ത് എന്ന സ്ഥാപനത്തിൽ ചേർന്നു. ഇപ്പോൾ ന്യൂസ് മലയാളത്തിൽ ജോലി ചെയ്യുന്നു. ഫോർത്തിലെ ഓണപരിപാടിയുടെ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ ദുരുദ്ദേശപരമായ പ്രചാരണങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും എതിരെ പീഡന പരാതി ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നത നേതാവായാലും അത് നേരിടാനാണല്ലോ ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഉള്ളത്. ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന ഒറ്റ കാരണത്താൽ ഞാനെന്ന സ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ച് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി പത്മ ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. എടാ, ഇവിടെ ആർക്കാടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ട് ആരുടെങ്കിലും കൂടെ പോയെന്ന് തന്നെ ഇരിക്കട്ടെ, ആ പോയ സ്ത്രീക്ക് പരാതി ഇല്ലെങ്കിൽ നിനക്കൊക്കെ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് 2 ദിവസമായിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. രാഹുൽ ഇതുവരെ പ്രതികരിച്ച് വന്നില്ല. എന്നാൽ ന്യൂസ് 18 കേരളത്തിന് ചെറിയൊരു ബൈറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് വെക്കാം. രാഹുൽ മാത്രമല്ല അതിന്റെ ഭാഗമാകുന്നു, മറ്റൊരു സ്ത്രീയെ കൂടി പല ആളുകളെ പറ്റി പറയുന്നു. നമ്മളെന്തിനാ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത്? എന്തിനാ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത്? ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ആർക്കെതിരെയും പറഞ്ഞു അല്ല. ഇപ്പൊ രാഹുൽ മാത്രമല്ല, മറ്റൊരു സ്ത്രീ കൂടി അതിന്റെ ഭാഗമാണ്. ഒരു മാധ്യമ പ്രവർത്തക സ്ത്രീ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന, അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ? അവർ നിയമപരമായി പോകട്ടെ, അതല്ലേ? അതാണ് ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്ത് പറയുമല്ല. ഇതിനകത്ത് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവര് പ്രൂവ് ചെയ്യണം. ഈ അലിഗേഷൻസ് കൊണ്ടുവരുന്നവർ അങ്ങനെ പ്രൂവ് ചെയ്തിട്ട് ഇവന്മാർ ഈ കടന്ന് കൊണ അടിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ മാതിരി തോന്നിവാസങ്ങൾ പറഞ്ഞു വരുത്തുന്നതിന് ഒരു അർത്ഥം ഉണ്ടെന്ന് പറയാം. അല്ലാത്ത പക്ഷം എനിക്കെതിരെയും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെതിരെയും എന്തും ഇവിടെ പറഞ്ഞ് പരത്താം എന്നുള്ളൊരു തരത്തിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ക്രെഡിബിലിറ്റിയെ ഇത് ബാധിക്കും. ആർക്കെതിരെയും എന്ത് വേണമെങ്കിലും പറഞ്ഞു വരുത്തുന്നുള്ള ഒരു സ്ഥിതിഗതി ആയിക്കഴിഞ്ഞാൽ അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്. അപ്പം വയനാട് കഴിഞ്ഞു, അതിനു മുന്നേയുള്ള വ്യാജ തിരിച്ചറിയൽക്കാർ കഴിഞ്ഞു. ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല പ്രവണത. രാഹുലിനോട് വലിയ ഭൂരിപക്ഷം കിട്ടി, അതിന്റെയൊക്കെ ഒരു പ്രശ്നമാണ് രാഹുലിന് കിട്ടുന്ന. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിനൊന്നും കൺസേൺ അല്ല. ഹൂ കേഴ്സ്? നിങ്ങളും ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത്തരം അധമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് രാഹുലിന് വലിയ ഉണ്ടാവില്ലേ? എന്ത് കുഴപ്പമാണുള്ളത്? എത്ര കാലമായി ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നു? ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഹൂ കേഴ്സ്? ഞാൻ ചോദിക്കുന്നതാണ്, ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. നാളെ നിങ്ങളെ പറ്റിയും പറയും, ആരെപ്പറ്റിയും ആർക്കും പറയും. ഹൂ കേഴ്സ്?
അതാണ് ആർക്കും ആരെയും പറ്റിയും പറയാം എന്നുള്ള ഒരു രീതിയിലോട്ട് മാറുന്നുണ്ട്. യവന്മാരില്ല വെട്ടുകിളി പോലാണ്, കൂട്ടത്തോടുള്ള ആക്രമണമാണ്. പല രീതിയിലുള്ള പോസ്റ്റുകൾ പൊങ്ങും, പല രീതിയിലുള്ള വീഡിയോകൾ പൊങ്ങും, വളരെ വിശ്വസനീയമായിട്ടായിരിക്കും അവതരിപ്പിച്ച് വിടുന്നത് തന്നെ. കണ്ടിട്ട് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് ഫേസ്ബുക്കിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. എന്താണെങ്കിലും രാഹുലിനെതിരെയുള്ള ആരോപണം രാഹുൽ തള്ളിയിട്ടുണ്ട്. ഇനി വരുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാധ്യമ പ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഇവർ പറയുന്ന ഇഷ്യൂ ഇവർ കോംപ്രമൈസ് അടിച്ചു കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അത് മറ്റൊരു റിപ്പോർട്ടർ ഒരു ഫേസ്ബുക്കിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്തേക്കുന്ന തരത്തിലാണ് അത് വന്നേക്കുന്നത്. അത് SV വൈബ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെതിരെയും ഇപ്പോൾ ഏഷ്യാനെറ്റ് കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയുന്ന ആ ഒരു വീഡിയോ ഞാനൊന്ന് വെക്കാം. അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നിർമ്മിച്ചതാണെന്ന് പറയാൻ പാടില്ലല്ലോ. ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങൾ ഒന്നുകൂടി കാണിക്കുകയാണ്. ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോ കേരളത്തിലെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന റിപ്പോർട്ടർ സാനിയോ മനോമി എന്ന വനിതാ റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയിട്ട കമന്റ് ആണ് നിങ്ങൾ ഈ സാനിയോ മനോമി ഇവര് നേരത്തെ ഏഷ്യാനെറ്റിൽ എന്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവരിപ്പോ റിപ്പോർട്ടർ ചാനലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവര് ഫേസ്ബുക്കിൽ ഇട്ട കമന്റാണ് ഇദ്ദേഹം വായിക്കാൻ പോകുന്നത്. പുള്ളി വായിക്കട്ടെ, കേൾക്കാം. ഈ സ്ഥാപനത്തിന്റെ കണ്ണൂർ ബ്യൂറോയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത വാർത്തയുടെ ഓഡിയോ വെച്ച് സ്വന്തം സഹപ്രവർത്തകയുടെ ചെറിയ പെൺകുട്ടിയെ വൃത്തികെട്ട രീതിയിൽ പോർട്രേ ചെയ്തപ്പോൾ ചെയ്തവനൊപ്പം നിന്നവരിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്ത്രീ ആയതുകൊണ്ട് മാത്രം ധാർമ്മികത കൂടുതലാകുമെന്ന് പ്രതീക്ഷിക്കുകയും ആകരുത്. അറിഞ്ഞിടത്തോളം ആ സ്ത്രീയും കേരള രാഷ്ട്രീയത്തിലെ രണ്ടാമത്തെ ഉന്നതനും ചേർന്ന് എല്ലാം കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാനിയോ മനോമി ഇവരിട്ട പോസ്റ്റ്. ഇവർക്കെതിരെയും ഏഷ്യാനെറ്റ് ഇപ്പോൾ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നും സ്ഥാപനങ്ങളുടെ പേരോ ഉന്നതന്മാരുടെ പേരോ ഒന്നും പറയാതാണ് ഈ മാതിരി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേസ് കൊടുത്താൽ ഇതൊന്നും നിലനിൽക്കത്തില്ല. ഏഷ്യാനെറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത കേസിന്റെ ഒരു ന്യൂസ് ഏഷ്യാനെറ്റ് പറയുന്നുണ്ട്, അതുകൂടി ഞാൻ വെക്കാം. അപകീർത്തികരമായ സൈബർ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഫേസ്ബുക്കിലും യൂട്യൂബിലും സംഘടിതമായി നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനും വനിതാ മാധ്യമ പ്രവർത്തകർക്കുമെതിരായാണ് പ്രചാരണം. അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പോരാളി ഷാജി, ഷമീർ ഷാഹുദ്ദീൻ വർക്കല, അരുൺലാൽ SV, സാനിയോ മയോമി എന്നീ ഫേസ്ബുക്ക് ഐഡികൾക്കും ABC മലയാളം, SBS വൈബ്സ് എന്ന യൂട്യൂബ് ചാനലുകൾക്കുമെതിരായാണ് പരാതി. ഇവർക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തികൾക്കും സമാന ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റുള്ളവർക്കുമെതിരെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ആസൂത്രിത പ്രചാരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ഇന്നലെ പരാതി നൽകി. അപ്പൊ ഈ പരാതി ആരുടെ പേരിലൊക്കെയാണോ കൊടുത്തത് അവരെല്ലാരും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഈ രാഹുൽ മാങ്കൂട്ടവും ഈ വനിതാ മാധ്യമ പ്രവർത്തകയൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംഭവം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചുമലക്കാര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ചെറ്റ പരിപാടിയാണ്. ഒരടിസ്ഥാനവും ഇല്ലാതാണ് ഇവർ വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത്. നീയൊക്കെ വന്നിരുന്ന് പറയുമ്പം അതിന് വ്യക്തമായ എന്തെങ്കിലും തെളിവുകൾ വെച്ചിട്ട് സംസാരിക്കണം. അല്ലാതെ വന്നിരുന്നിട്ട് പറയാണ് പീഡിപ്പിച്ചു, പ്രഗ്നന്റ് ആക്കി, അബോർഷൻ നടത്തി, കോംപ്രമൈസ് അടിച്ചു. ഇതെന്താണിത്? വെള്ളരിക്കാൻ പറ്റണോ? ഇത്തരം തരം താഴ്ന്ന രാഷ്ട്രീയം ഇവന്മാരെ കളിക്കത്തുള്ളൂ. ഇത്രയും തൊട്ടിത്തരം ഇവന്മാരെ കാണിക്കത്തുള്ളൂ. ഉള്ള കാര്യം പറയാലോ. ലേശം ഉളുപ്പുണ്ടാ, ലേശം ഉളുപ്പ്. എനിക്കത് ചോദിക്കാനുള്ളൂ. ഇത് കണ്ടിട്ട് ഇനി എന്നെ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണോ അങ്ങനെ ആക്കാൻ വരുന്നവന്മാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും വിശ്വസിക്കുന്ന ഒരുത്തിനല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ആരെയും കണ്ണുടച്ച് സപ്പോർട്ട് ചെയ്യാറുമില്ല. ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നാളെ കമ്മ്യൂണിസ്റ്റ് കൊള്ളരുതായ്മ ചെയ്താലും, കോൺഗ്രസ് കൊള്ളരുതായ്മ ചെയ്താലും, BJP കൊള്ളരുതായ്മ ചെയ്താലും ഞാൻ പറയും. പറയേണ്ടത് പറയും, പറഞ്ഞിട്ടുമുണ്ട്. അതിന് നല്ലത് ചെയ്താലും ഞാൻ പറയും. കമ്മികളെ പറ്റി പറയുമ്പോൾ നമ്മളെ പിടിച്ച് കൊങ്ങിയാക്കും, കൊങ്ങികളെ പറ്റി പറയുമ്പോൾ നമ്മളെ പിടിച്ച് കമ്മിയാക്കും. അങ്ങനെ ആക്കി ഒരു മണ്ണാങ്കട്ടയില്ല. സോ എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ തോന്നുന്നത്? ജെനുവിനായിട്ട് ഒപ്പീനിയൻ, മറ്റേ കമ്മികളുടെ ഒപ്പീനിയൻ അല്ല, ജെനുവിനായിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ബൈ.